അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമാക്കപ്പെട്ട റമളാനിലെ രണ്ടാമത്തെ 10 അഥവാ മഗ്ഫിറത്തിൻ്റെ 10 നമ്മിൽ നിന്ന് വിട പറയുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിലെ രണ്ടാമത്തെ 10 വളരെ പവിത്രമാക്കപ്പെട്ട ഏറ്റവും മഹത്വം നിറഞ്ഞ ഒരു 10 ആകുന്നു. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും നാം ചെയ്യുന്നുണ്ട്. എന്നാൽ ആ തെറ്റുകൾ ഇല്ലാതെയാക്കാൻ വേണ്ടി, തെറ്റുകൾ മായ്ച്ചപ്പെടുവാൻ വേണ്ടി ഷഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഒരു വലിയ ഒരു ഇസ്ലാമിക ഒറ്റമൂലിയാകുന്നു. എന്താകുന്നു പ്രിയപ്പെട്ട മുഅ്മിനുകളെ ഒറ്റമൂലി? പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, നിങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഷഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന വലിയൊരു മാർഗമാണ്. അതുകൊണ്ട് തന്നെ നാം ധാരാളമായി ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്ര നല്ല പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്ര നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ മുഅ്മിനുകളായ ആളുകൾ നാം ഏറ്റെടുക്കൽ നമ്മുടെ ഉത്തരവാദിത്തമായ ഒരു കാര്യമാണ്. നമുക്കറിയാമല്ലോ, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ആരാകുന്നു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു? 10 ലക്ഷത്തിലധികം ഹദീസുകൾ ഹിഫ്ളാക്കിയ, മനപ്പാടമാക്കിയ വലിയ മഹാനാണ് മഹാനായ ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം മഹാനായ ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഇശാ ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി മഹാനായ ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പള്ളിയിൽ പ്രവേശിക്കുകയും എന്നിട്ട് ജമാഅത്തായി നിസ്കരിക്കുകയും നിസ്കാരം കഴിഞ്ഞതിന് ശേഷം തൻ്റെ സദാപ്രവർത്തനങ്ങൾ അവിടെ ആരംഭിക്കുകയും ചെയ്തു. എന്താകുന്നു പ്രിയപ്പെട്ട മുഅ്മിനുകളെ തൻ്റെ സദാപ്രവർത്തനം? അവിടെ അദ്കാറുകളും ദിക്റുകളുമായിട്ട് മുഴുകുകയും ചെയ്തു എന്നാകുന്നു മഹാനായ ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മഹാനായ ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ദിക്റുകളും ചൊല്ലിയിരിക്കുന്ന സമയത്ത് അപ്പോൾ അവിടുന്ന് പള്ളിയെ പരിപാലിക്കുന്ന അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തു പോകണം, എന്നിട്ട് വേണം എനിക്ക് വാതിൽ ക്ലോസ് ചെയ്യാൻ എന്ന് മഹാനായ ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവോട് ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ മഹാനായ ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ ആരായാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക, നിങ്ങൾ പള്ളിയുടെ പള്ളിയുടെ അകത്തിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് ആ മനുഷ്യൻ ആ മഹാനായ ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ മഹാനായ ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തർക്കിക്കുവാനും വാശി പിടിക്കുവാനും നിൽക്കാതെ മഹാനായ ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പള്ളിയുടെ പുറത്തേക്ക് പോവുകയാണ്. പള്ളിയുടെ പുറത്ത് പോയി കുറച്ച് നടന്നപ്പോൾ ഒരു വീട്ടിൽ വെളിച്ചം കാണുന്നു. ആ വീട്ടിലേക്ക് മഹാനായ ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനായ ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പോവുകയും എന്നിട്ട് മഹാനായ ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ചോദിച്ചു, ഉടമയോട് ചോദിച്ചു, എനിക്ക് ഈ വീട്ടിലേക്ക് കയറുവാൻ സമ്മതം തരുമോ എന്ന് മഹാനായ ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മനുഷ്യനോട് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ മഹാനായ ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന് കയറുവാൻ സമ്മതം കൊടുക്കുകയും അന്നത്തെ രാത്രി മഹാനായ ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആ രാത്രിയിൽ മഹാനായ ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അവിടെ താമസിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിലുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എന്നിട്ട് അവിടെ നിന്ന് സംഭവിച്ചത് മഹാനായ ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അവിടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ വീടിൻ്റെ ഉടമ ഒരുപാട് തവണകളായി ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുന്നതാണ് മഹാനായ ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു കേൾക്കാൻ സാധിച്ചത്. ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഇത് ഒരുപാട് തവണ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു ആശങ്കയുണ്ടായിരുന്നു. ഇദ്ദേഹം എന്ത് തെറ്റാണ് ഇത്രത്തോളം തെറ്റുകളാണ് ചെയ്തത്, ഇത്രത്തോളം ഇസ്തിഗ്ഫാർ ചൊല്ലുവാനുള്ള കാരണം? അപ്പോൾ ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് മഹാനായ ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ചെന്നു, ഓ മനുഷ്യ, നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഇത്രത്തോളം ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കാനുള്ള കാരണം
മഹാനായ ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ചോദിച്ചപ്പോൾ, നാം ഒരുപാട് തെറ്റുകളോ ഒന്നും ചെയ്ത കാരണം കൊണ്ടല്ല, മറിച്ച് എനിക്ക് മഹാനായ ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു വലിയ മഹാനുണ്ട്. 10 ലക്ഷത്തോളം ഹദീസുകൾ മനഃപ്പാഠമാക്കിയ ലോകത്തിൽ അറിയപ്പെടുന്ന വലിയൊരു മഹാനുണ്ട്. ആ മഹാനെ കാണുവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയധികം ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുന്നത് എന്ന് ആ മനുഷ്യൻ മഹാനായ ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്.